ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക പരിശോധന റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ട്. VSSയിൽ നടന്ന സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതി മുൻപാകെ സമർപ്പിച്ചത്. കൊള്ള നടത്തിയവർ പാളികൾ അതേപടി മാറ്റിയോ എന്ന് പരിശോധനാ ഫലത്തിലൂടെ അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും നിർണായകമായ വിവരമാണ്, തെളിവാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിക്ക് മുന്നിൽ സീൽ വെച്ച കവറിൽ ഇന്ന് ഒരു രേഖ SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടന്നെന്ന് പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഒപ്പം കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണ്ണ സാമ്പിളുകൾ എടുത്തു. അതിനോടൊപ്പം തന്നെ കൊള്ള നടക്കാതിരുന്ന എന്നാൽ ശ്രീകോവിലിനുള്ള സ്വർണ്ണങ്ങളുടെ സാമ്പിളും എടുത്തിട്ടുണ്ട്. ഇതിന് താരതമ്യം ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അത്തരത്തിൽ 1998 സ്വർണം ക്ലാഡ് ചെയ്ത സമയത്തെ സ്വർണത്തിന്റെ രൂപവും ഒപ്പം കൊള്ള ചെയ്യപ്പെട്ട ഈ സാമ്പിളുകളും തമ്മിലാണ് താരതമ്യം ചെയ്യുക. ആ ഘട്ടത്തിൽ പരിശോധനയിൽ തെളിയുക ഇത്തരത്തിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്ന് തിരിച്ചറിയാൻ ഈ പരിശോധന സഹായിക്കും. ആ വിവരമാണ് ഇപ്പോൾ എന്തായാലും SIT കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. 2 മൊഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയാണ്, മറ്റൊന്ന് പങ്കജ് ഭണ്ഡാരിയുടെയാണ്. രണ്ടുപേരും പറയുന്നത് പാളിയിലുണ്ടായ സ്വർണം ഉരുക്കി അതേ പാളിയിൽ തന്നെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്താണ് തിരികെ എത്തിച്ചതെന്നാണ്. ഇത് സത്യമാണോ എന്നത് ഈ അന്വേഷണത്തിലൂടെ, ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാളി തന്നെ ഈ കൊള്ളക്കാർ വിറ്റോ എന്ന് ഈ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് നിർണായകമാകുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഈ പാളികൾ പരിശോധനയ്ക്ക് എത്തിച്ചത്. സാമ്പിളുകളിൽ ഇത്തരത്തിൽ 98 കൊള്ളക്കാരെത്താത്ത സ്വർണവും ഒപ്പം ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിയിലെയും സ്വർണവും താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ കൊണ്ടുപോയതുപോലെ തന്നെയാണോ പാളികൾ തിരികെ എത്തിയത്, സ്വർണത്തിന്റെ മൂല്യം, പഴക്കം എന്നിവ ഉൾപ്പെടെ അവർക്ക് പരിശോധിക്കാൻ കഴിയും. ആ പരിശോധന നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങും. എന്തായാലും സീൽ വെച്ച കവറിൽ ആ രേഖകൾ, ആ തെളിവുകൾ കോടതിക്ക് മുന്നിലുണ്ട്. ഇനി ആ രേഖകളിലെ വരികൾ, ആ തെളിവ് എങ്ങനെയാണോ, ആ രേഖകളിലെ വരികൾ എന്താണോ, അങ്ങനെയാകും അന്വേഷണത്തിന്റെ ഗതി മുന്നോട്ട് പോവുക. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.